ഇത് ബോംബെ നെരുമാൻ പോയിൻ്റ് കാരണം സ്ഥലമാണത്. നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. ഈ ഭാഗം മൊത്തം കണ്ടില്ലേ, കടൽ തീരത്ത്. ഇന്ന് കാലാവസ്ഥ കുഴപ്പമില്ല. ഇന്നലെ 2 ദിവസമായിട്ട് ബോംബെയിൽ ഭയങ്കര കനത്ത മഴയായിരുന്നു. അപ്പോൾ എൻ്റെ പണി എന്ന് വെച്ചാൽ തെങ്ങേറ്റാണ്. ഞാൻ നാളെ നിങ്ങളോട് പറഞ്ഞില്ല, എൻ്റെ യൂട്യൂബിലെ പേരാണ് ബോംബെ മാനു എന്ന്. അപ്പോൾ ഞാൻ ഇങ്ങോട്ട് പറഞ്ഞില്ല, ബോംബെ വന്നു കഴിഞ്ഞാൽ ഞാനൊരു 3 ദിവസം നാട്ടിലായിരുന്നു. അപ്പോൾ ഞാൻ വന്നിപ്പോൾ 2-3-4 ദിവസമായി. ഞാൻ എൻ്റെ ബോംബെൻ്റെ എല്ലാ സ്ഥലങ്ങളും ഞാൻ അങ്ങനെ ഓരോ സ്റ്റേറ്റിൽ ഇവിടെയൊക്കെ BMCയിൽ കുറച്ച് തെങ്ങുണ്ട് റോഡ് സൈഡിൽ. അപ്പോൾ ഇവിടെ തെങ്ങ് കയറാൻ വേണ്ടി വന്നതാണ്. ഈ തെങ്ങുമായിട്ട് കയറാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്തായാലും കൂടുതൽ പറഞ്ഞ് നീട്ടിക്കൊണ്ടുപോകണില്ല. അങ്ങനെ ബോംബെയിലെ നല്ല നല്ല സ്ഥലങ്ങൾ എൻ്റെ യൂട്യൂബിൽ നിങ്ങളിങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ കാണാം. എൻ്റെ കുട്ടിയോട് പറഞ്ഞത് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിക്കോളി. ഇപ്പോൾ നിങ്ങൾ പിന്നെ പല സ്ഥലങ്ങളും പോയിക്കൊണ്ടിരിക്കണമല്ല. അപ്പോൾ ആ ഭാഗത്തൊക്കെ ഒന്ന് വീഡിയോ ഒക്കെ എടുത്തിട്ട് യൂട്യൂബിലാണ്ട് ഇട്ടോളി, എല്ലാവരും കണ്ടോട്ടെ എന്ന് പറഞ്ഞിട്ട്. ഇത് എൻ്റെ സ്നേഹിതനാണ് സംസുക്ക എന്ന് പറഞ്ഞിട്ട്. സംസുക്ക എന്ന മൂപ്പര പേര്. മൂപ്പരക്ക് ദിവസം ഓരോ വണ്ടി ഇളന്നിയും വരവുണ്ട്. രാത്രിയാണ് അത് കാലിയാക്കാൻ പോകുക. പകലങ്ങനെ കാലിയാക്കാൻ പാടില്ല, കാരണം പോലീസുകാർ ഭയങ്കര പ്രശ്നം ഉണ്ടാക്കും. ഇവിടെ ട്രാഫിക് ഭയങ്കര പോയിക്കൊണ്ടിരിക്കുന്ന സ്ഥലമല്ലേ. അപ്പോൾ രാത്രി വണ്ടി കാലിയാക്കി കഴിഞ്ഞാൽ ഞാനും കൂടെ ഒന്ന് സഹായിക്കാൻ പോകും. അതിലൊക്കെ മൂപ്പര എൻ്റെ കൂടെ ഒന്ന് വെറുതെ ഈ തെങ്ങുമുള്ള കയറൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടി വരും. പക്ഷേ തെങ്ങ് ഭയങ്കര മഴ പെയ്തിട്ട് വെഴുക്കണ തെങ്ങ്. അത് പിന്നെയും കടൽ കാറ്റ് വീശിയതുകൊണ്ട് ചെറുതായിട്ടൊരു ഉണക്കുണ്ട്. പക്ഷേ എന്താണ്, തെങ്ങിൻ്റെ മുകളിൽ കയറുമ്പോൾ നല്ല ശ്രദ്ധിക്കണം. ജനങ്ങൾ പോണ വഴിയാണ്. കാർമക്കൊക്കെ ഇതൊക്കെ നോക്കി അങ്ങനെ കുറേ അപകടങ്ങൾ പിടിച്ച സ്ഥലങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും ഞാൻ ഈ വീഡിയോസുകളൊക്കെ എടുത്ത് വിട്ടുതരാം. ഓക്കെ, ഞങ്ങൾ ഇപ്പോൾ പണി തുടങ്ങണ നിങ്ങൾക്ക് കാണാം ലൈവായിട്ട്. ഇപ്പോൾ ഒരു വീഡിയോ എടുക്കുകയാണ്. അപ്പോൾ മാനവും തെങ്ങ് കയറ്റം ഇന്നത്തെ ആരംഭിക്കുകയാണ്. ഇതിപ്പോൾ നരിമാൻ പോയിൻറ്റിലുള്ള മുനിസിപ്പാലിറ്റി ഉള്ള തെങ്ങുകളാണ്. ഇതാ കണ്ട, ഇതാണ് മുഹമ്മദ് റാഫി, മലപ്പുറം സ്വദേശി, കുറ്റിപ്പുറം. അങ്ങനെ തെങ്ങ് കയറിക്കൊണ്ടിരിക്കുകയാണ്. കയറുമ്പോൾ പരുന്തുകളും കാക്കകളുമെല്ലാം ആക്രമിക്കും. അതെല്ലാം തടഞ്ഞു നിർത്തിയാണ് നമ്മുടെ മാനുവിൻ്റെ യാത്ര. ഓ ആ ഓക്കെ. ഓക്കെ, ഞങ്ങളുടെ ചാനൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് എല്ലാം ചെയ്യുക. ഓക്കെ. ഈ ബോംബെയിൽ തെങ്ങ് കയറുമ്പോൾ നല്ല ശ്രദ്ധിക്കണം. കാരണം ഓരോ തെങ്ങിൻ്റെ ചോട്ടിൽ നിങ്ങളുടെ കാറ് നിർത്തിക്കണ കണ്ടില്ലേ. എന്നിട്ട് കയറ് കെട്ടിയിട്ട് തെങ്ങുമെന്ന് കൊല ഇറക്കണം. പിന്നെ രണ്ടാമത്തെ നിങ്ങൾ ഇത് നമ്മളെ സംസുക്കയാണ്. ഈ മനുഷ്യനെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇവിടെ യൂട്യൂബിലും ഫേസ്ബുക്കിലൊക്കെ ഒരുപാട് പാട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുന്ന ഒരു മനുഷ്യനാണ്. ആളിങ്ങനെ നിൽക്കണ നോക്കണ്ട. അപ്പോൾ ഈ സംസുക്കാൻ്റെ കാര്യങ്ങൾ കുറേ കഥകളൊക്കെ ഉണ്ട്, ഞാൻ പിന്നെ പറഞ്ഞു തരുന്നുണ്ട്. മൂപ്പര് അങ്ങനത്തെ ഒരു നല്ലൊരു മനുഷ്യനാണ്. പക്ഷെ ഇവിടെ സംഭവം നിങ്ങളുടെയാണ്, ഇതൊക്കെയാണ് കടൽ തീരത്ത്. അപ്പോൾ ഈ തെങ്ങിൻ്റെ മുകളിൽ അത്രയും ശ്രദ്ധിക്കണം. കാരണം എന്ന് വെച്ചാൽ ഓരോ ഇളന്നിന് പോലും താഴ്ത്ത് വീഴാൻ പാടില്ല. അത്രക്കും ഒരുപാട് ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ ഇവിടെ പണിയെടുക്കണമെങ്കിൽ. കാരണം ഈ കാറ് ആരുതാന്ന് പോലും അറിയണില്ല, കണ്ടില്ലേ. പിന്നെ ഈ വണ്ടിയിലാണ് ഞാൻ ഇളന്നിയും പറിച്ചു കൊണ്ടുവരിക. പക്ഷെ തെങ്ങുമ്മ കാരണം ഓഫീസർമാർ നമ്മൾ കോൺട്രാക്ട് എടുത്തു കഴിഞ്ഞാൽ അതിമ ആ പേപ്പറിൽ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവും. കാരണം തെങ്ങുമെന്ന് വീണാലും ഇളന്നിയും വീണാലും കാർമക്ക് വീണാലും ജനങ്ങൾക്ക് വല്ലതും സംഭവിച്ചാലും അതിൻ്റെ ഫുൾ ഉത്തരവാദിത്തം നമ്മളായിരിക്കണം. എന്നിട്ട് നമുക്ക് ആ സമ്മതം ചോദിച്ചിട്ടാണ് നമ്മളെ കൊണ്ട് ഒപ്പിടിപ്പിക്കുക. പിന്നെ ഇവിടെ തെങ്ങേറാൻ ആളെ കിട്ടണില്ല. കാരണം ഒരു തെങ്ങിൻ്റെ മുകളിൽ 1/2 മണിക്കൂർ നിൽക്കണം, ടയർ കെട്ടി ഇറക്കണം. ഓരോ തേങ്ങ പൊട്ടുന്ന ശ്രദ്ധിച്ചിട്ട് ചാക്കിലാക്കിയിട്ട് ഇറക്കണം. അതിൻ്റെയൊക്കെ കുറേ വീഡിയോസുകളൊക്കെ ഞാൻ കാണിച്ചു തരാം. അതിൻ്റെ ഇടയിൽ കടന്നലും പരുന്തിൻ്റെ ശല്യം അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഒരു 10 ഉറുപ്പിക ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അതിൻ്റെയൊക്കെ കുറേ വീഡിയോസുകളും കാര്യങ്ങളൊക്കെ ഞാൻ വിടും. നിങ്ങൾ ജീവിതത്തിൽ ഉണ്ടാവുന്ന അനുഭവങ്ങളാണ്.
അല്ലാതെ എന്തെങ്കിലുമൊക്കെ എടുത്തിട്ട് ഓരോന്ന് വിടുക അതൊന്നും ഞാൻ ചെയ്യൂല. നിങ്ങൾ നോക്കിക്കോളി, അങ്ങനത്തെ നല്ല നല്ല സ്ഥലങ്ങൾ നിങ്ങൾക്ക് കാണാം. ഇനി ഇവിടുന്ന് ഒരുപാട് സ്ഥലങ്ങൾ ബോംബേൻ്റെ പല ഭാഗങ്ങളുണ്ട്. അങ്ങനത്തെ വീഡിയോസുകളൊക്കെ എടുത്ത് ഞാൻ വിട്ടുതരുന്നുണ്ട്. ഇവിടെ മഴത്ത് തെങ്ങ് കയറാൻ വയ്യ. ഒരു ഇൻഷാ അല്ലാഹ് ഇനി കൂടുതൽ പറയണേ.